നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ട് കൊള്ളയ്ക്കെതിരായി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് നാളെ തുടക്കം. വോട്ട് കൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര നാളെ ബീഹാറിലെ സാസാരാമിൽ നിന്ന് ആരംഭിക്കും. RJD നേതാവ് തേജസ്വി യാദവും യാത്രയിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരക്കും. 2 ആഴ്ച 30 മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര. ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരം ബോംബ് സിംപ്സൺ അന്തരിച്ചു. ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന ബോംബ് സിംപ്സൺ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. 1957-നും 78-നും ഇടയിലാണ് ഓസ്ട്രേലിയയ്ക്കായി കളിച്ചത്. ഓസ്ട്രേലിയൻ ടീമിന്റെ മുൻ നായകനും ആദ്യ പൂർണ്ണസമയ പരിശീലകനുമായിരുന്നു. 10 സെഞ്ചുറികളും 27 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 4869 റൺസും 71 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. 311 റൺസാണ് ടെസ്റ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ. 39 ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ നയിച്ചിട്ടുണ്ട്. ടെസ്റ്റിൽ 110 ക്യാച്ചുകളാണ് സിംപ്സൺ കയ്യിലൊതുക്കിയത്. +1 വിദ്യാർത്ഥിനിയുടെ പീഡന ദൃശ്യം പ്രചരിപ്പിച്ചെന്ന് പരാതി. +2 വിദ്യാർത്ഥിക്കെതിരെ കേസ്. തിരുവനന്തപുരത്തെ സർക്കാർ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയുടെ സ്വകാര്യ വീഡിയോയാണ് നിലവിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നത്. സ്കൂളിലെ +2 വിദ്യാർത്ഥിക്കൊപ്പമുള്ള വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ 16-കാരുടെ അമ്മ പോലീസിൽ പരാതി നൽകി. പരാതിയിൽ +2 വിദ്യാർത്ഥിക്കെതിരെ ജുവനൈൽ പോക്സോ കേസ് ചുമത്തി. എന്നാൽ കുട്ടിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പീഡന ദൃശ്യം മൊബൈലിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നാണ് അമ്മയുടെ പരാതി. ആലപ്പുഴയിലെ ട്രെയിനിലെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം. സീറ്റിൽ രക്തക്കറ കണ്ടെത്തി. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ട്രെയിനിലെ ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ട്രെയിനിന്റെ സീറ്റിൽ രക്തക്കറ കണ്ടെത്തി. ട്രെയിനിലെ AC 4 കോച്ചിലെ സീറ്റിലാണ് രക്തക്കറ കണ്ടെത്തിയത്. കണ്ടെത്തിയ രക്തക്കറ കുഞ്ഞിൻ്റെതാണോ എന്ന് അറിയാൻ പരിശോധന നടത്തും. കുഞ്ഞിന്റെ DNA ആയിട്ടായിരിക്കും പരിശോധന നടത്തുക. S4, S3 എന്നീ കോച്ചുകൾ യാത്ര ചെയ്തവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. S3 കോച്ചിലെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ 2 കോച്ചുകളിലെയും മുഴുവൻ യാത്രക്കാരുടെയും മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഫേസ്ബുക്കിലൂടെ ദേശീയ പതാക അവഹേളിച്ചുകൊണ്ട് പോസ്റ്റ്. കോട്ടയം സ്വദേശിക്കെതിരെ കേസ്. കോട്ടയം സ്വദേശിയായ ആൽബിച്ചൻ മുരിങ്ങേലിനെതിരെയാണ് ആലുവ എടത്തല പോലീസ് കേസെടുത്തത്. എടത്തലയിലെ BJP പ്രാദേശിക നേതാവ് അനൂപിന്റെ പരാതിയിലാണ് നടപടി. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് പകരം മോശം ഇമോജി ഇട്ടുകൊണ്ടുള്ള പോസ്റ്റിനെതിരെയാണ് പരാതി. ദേശീയ പതാകയെ അവഹേളിച്ചുകൊണ്ടുള്ള ഫോട്ടോയ്ക്കൊപ്പം പ്രതിജ്ഞയെയും അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അമേരിക്കയിൽ കഴിയുന്ന ആൽബിച്ചൻ മുരിങ്ങയിൽ ഇന്ത്യ എന്റെ രാജ്യമല്ലെന്ന തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങളോടെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് പരാതി.